തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് ആശ്വാസമാണെങ്കിലും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട ഇടങ്ങളിലെ തോൽവിയിൽ കോൺഗ്രസിനകത്ത് തമ്മിലടി തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ പാളയം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. 73 വോട്ടുകൾക്കാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. രമ്യാദാസ് ചേരുന്ന വിവരങ്ങളുമായി. രമ്യ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ ഈ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും നടക്കുകയാണ്. നിലവിൽ കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ള വസ്തുത തന്നെയാണ്. പക്ഷേ എങ്കിലും കോഴിക്കോട് ഡിവിഷൻ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേഖലകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ തവണ 9 സീറ്റായിരുന്നു കോൺഗ്രസ് നേടിയിരുന്നത്, അതുപോലെ തന്നെ 8 സീറ്റ് ലീഗുമായിരുന്നു. എന്നാൽ വലിയ തോതിൽ ലീഗിനാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടായത്. കാരണം ഏകദേശം ഇരട്ടിയോളം സീറ്റ് ലീഗിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 5 സീറ്റ് മാത്രമാണ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിനായത്. ഇത്തരത്തിൽ സിറ്റിംഗ് സീറ്റ്, എന്നാൽ ഈ പല ഡിവിഷനിലെയും പല ഡിവിഷനിലെയും ഈ വോട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പല സിറ്റിംഗ് സീറ്റിലും, ഇപ്പോൾ പാറോപ്പടി, അതുപോലെ തന്നെ പാളയം, ചാലപ്പുറം ഉൾപ്പെടെ നിരവധി സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസിന് സീറ്റ് നഷ്ടമാവുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ UDF തന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന PM നിയാസിന്റെ തോൽവി വലിയ തോതിൽ പാർട്ടിക്കകത്ത് ചർച്ചയായതാണ്. PM നിയാസിന്റെ തോൽവിയെ പറ്റിയുള്ള, കാരണം വർഷങ്ങളായി തന്നെ UDF ജയിച്ചു പോരുന്ന പാറോപ്പടിയിലാണ് ഇത്തവണ PM നിയാസ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഈ ഡിവിഷനാണ് കോൺഗ്രസിന് നഷ്ടമായത്. ഇത് വലിയ തോതിൽ തന്നെ ആഭ്യന്തര അന്വേഷണത്തിന് കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് PM നിയാസിന്റെ തോൽവി ഉണ്ടായത്? കഴിഞ്ഞ തവണ പാറോപ്പടി ഡിവിഷനിൽ നിന്നും KC ശോഭിതയായിരുന്നു മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു പാറോപ്പടി ഡിവിഷനിലെ ചർച്ചയാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പാളയത്തുണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥിയുടെ തോൽവിയും വലിയ തോതിൽ പാർട്ടിക്കകത്ത് ചർച്ചയാകുന്നത്. കാരണം 73 വോട്ടിനാണ് ഈ പാളയം സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻവർ തോറ്റത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് ഈ കൃത്യമായി തന്നെ കോൺഗ്രസിന് അടിവേരുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ തോൽവി നേരിടേണ്ടി വന്നിട്ടുള്ളത്? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് തന്നെ ചർച്ചയാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി പാർട്ടിക്കകത്ത് ഉണ്ടാകും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെടുക എന്നത് ഇത്തവണ വലിയ മുന്നേറ്റം ഒട്ടാകെ ഉണ്ടാക്കുമ്പോഴും ഈ കോഴിക്കോട് കോർപ്പറേഷൻ മേഖലയിൽ ഈ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുക എന്നത് കോൺഗ്രസിന് ആലോചിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ചേരിപ്പോരുകളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ തന്നെയാവും പാർട്ടി അന്വേഷിക്കുക. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ PM നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള PM നിയാസുമായി ബന്ധപ്പെട്ട തോൽവി ഉൾപ്പെടെ പാർട്ടി ചർച്ചയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എല്ലാം പുരോഗമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ സിറ്റിംഗ് മേഖലകൾ, കാരണം അതുപോലെ തന്നെ മറ്റൊരു മേഖല കൂടിയാണ് ചാലപ്പുറം. കാരണം ചാലപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയും അതുപോലെ തന്നെ വലിയ പൊട്ടിത്തെറിക്കും വരും ദിവസങ്ങളിൽ കാരണമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി, ശരി, രമ്യയാണ് വിവരങ്ങൾ നൽകിയത്.